നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, നിരവധി പീഡന ആരോപണങ്ങൾ രാഷ്ട്രീയ കേരളം കണ്ടിട്ടുണ്ട്. എന്നാൽ പലതിലും ഈ തീവ്രത അളക്കൽ, പാർട്ടി പരിശോധിക്കും, ഇങ്ങനെയുള്ള നടപടികളാണ് നമ്മൾ കണ്ടു പഴകിയത്. പക്ഷെ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ പരാതി ഇല്ലെങ്കിൽ കൂടി കോൺഗ്രസ് നേതൃത്വം എടുത്ത ഒരു നടപടി എന്ന് പറയുന്നത് വളരെ ശരിക്കും സ്തുത്യർഹമല്ലേ? വളരെ പെട്ടെന്ന് തന്നെ അവരൊരു നടപടി എടുത്തില്ലേ? പ്രീത, ഈ കോൺഗ്രസ് ഇപ്പോ നടപടിയെടുത്തു എന്ന് പറയുന്നതിനെ വലിയ പർവ്വതീകരിച്ച് കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണം ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള സ്ത്രീപീഡന പരാതികളിൽ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെയാണ് പലപ്പോഴും പരാതികളുമായി മുന്നോട്ട് വരുന്നത്. ഒന്നിലധികം സ്ത്രീകൾ പരാതിയുമായി ഇങ്ങനെ വന്നിട്ടുള്ള ഒരു കേസ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ ഇവരുടെ തന്നെ കോൺഗ്രസിന്റെ തന്നെ തലമുതിർത്ത നേതാവായിരുന്ന PJ കുര്യനെ പറ്റി ആരോപണം ഉണ്ടായിരുന്നു. അതുപോലെ സരിത നിരവധി പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഒരു പുരുഷനെതിരെ നിരവധി സ്ത്രീകൾ ആരോപണം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒരു പെണ്ണുപിടിയനാണ് എന്ന തരത്തിൽ ഒരു പെർവേർട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്ന ആ വേർഡ് പെർവേർട്ട് എന്ന് പറയുന്നത് അത്രയും വലിയ അങ്ങനെ ഒരാളെ കാണുന്നത് ആദ്യമായാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ഒരു നടപടിയിലേക്ക് പോകാതിരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. പിന്നെ കോൺഗ്രസിന്റെ ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ ഇന്ത്യയിലെയും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ ധാർമ്മികത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ധാർമ്മികതയൊക്കെ വെറും നമ്മളുടെ പറച്ചിലിൽ മാത്രമാണ്. കുറച്ച് നേതാക്കൾക്കൊക്കെ ധാർമ്മികതയുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ പോലും ആക്രമിച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഇതിലിപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിയിലേക്കോ, അല്ലെങ്കിൽ കേരളത്തിൽ ഇത് ആദ്യമാണ് ഇത്തരത്തിലൊരു യുവജന സംഘടനയുടെ നേതാവ്. അത് DYFI നോക്കിയാലും, യുവമോർച്ച നോക്കിയാലും, ABVP നോക്കിയാലും, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന KSU നോക്കിയാലും, അങ്ങനെയൊക്കെ നോക്കിയാൽ വളരെ പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ഇരുന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് സ്ത്രീപീഡന ആരോപണത്തെ തുടർന്ന് പുറത്തു പോകേണ്ടി വരുന്നത് ഒരു സ്ത്രീയല്ല, അങ്ങനെ ആരോപണത്തെ തുടർന്ന് പുറത്തു പോകേണ്ടി വരുന്ന ആദ്യത്തെ യുവ നേതാവായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി അഥവാ അത് ദേശീയ തലത്തിലേക്ക് കോൺഗ്രസിന്റെ നോക്കുകയാണെങ്കിൽ 1995 ഒരു കൊലപാതകം നടന്നിരുന്നു, തന്തൂർ കൊലപാതക കേസ്. നമുക്കറിയാം, ഒരു ഹോട്ടലിന്റെ തന്തൂർ അടുപ്പിൽ ഒരാളെ ചുട്ടുകൊന്നതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നടന്നിരുന്നു. അന്ന് ഒരു നൈന സാഹ്നി എന്ന് പറയുന്ന ഒരു 29കാരിയെ കൊന്നത് അന്നത്തെ കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്ന അവരുടെ ഭർത്താവ് കൂടിയായിരുന്നു സുശീൽ ശർമ്മ എന്ന് പറയുന്ന ആളാണ്. അയാളിപ്പോ ജയിലിൽ നിന്നൊക്കെ കുറ്റവിമുക്തനായ അയാൾ ഒരു സീരീസ് ഓഫ് വാർത്തകളൊക്കെ ചെയ്തിപ്പോ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യമൊന്നുമല്ല. അത് മാത്രമല്ല, ഒരു ഗവർണർ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവർണർ, കോൺഗ്രസിന്റെ ചരിത്രം നോക്കിയാൽ ഇതൊക്കെ നമുക്ക് സർവ്വസാധാരണമായി തന്നെ അറിയാം. നമുക്കറിയാം, ND തിവാരി രാജ്ഭവനിൽ വെച്ച് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തതിന്റെ 3 സ്ത്രീകളുമായി ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ചില ദൃശ്യങ്ങൾ പുറത്തു വരികയും ആ ദൃശ്യങ്ങൾ ഹൈക്കോടതി ഇടപെട്ട് വിലക്കുകയുമായിരുന്നു ചാനലുകളിൽ നിന്ന് നമുക്കറിയാം. അപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ മാത്രമല്ല എല്ലാ സ്ഥലത്തും, അതുപോലെ തന്നെ ജേർണലിസ്റ്റുകൾ ഉൾപ്പെട്ട ശിവാനി ഭട്നാഗർ കൊലക്കേസൊക്കെ ഒരു ജേർണലിസ്റ്റാണ്. അപ്പൊ ശിവാനി ഭട്നാഗറുമായി ബന്ധപ്പെട്ട കേസ്, ഇതിലൊക്കെ പല രാഷ്ട്രീയ നേതാക്കന്മാരും പല ബ്യൂറോക്രസിയിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിൽ പങ്കാളികളാണ് തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നു. ഇതെല്ലാം ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ എടുക്കാൻ രാഷ്ട്രീയക്കാരുമായൊക്കെ കുറച്ച് അടുത്ത ബന്ധം പലപ്പോഴും പലരും കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ അളവുകോൽ എവിടെയാകണം എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു തീർപ്പും തീരുമാനവും ഒക്കെ വേണം. നമ്മളുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ആയി അടുത്ത ബന്ധമുള്ള ജേർണലിസ്റ്റുകളാണ്. എനിക്കൊക്കെ നല്ല ബന്ധം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള നേതാക്കന്മാരുമായി ഒക്കെ ഉണ്ട്. പക്ഷെ ആരും നമ്മളോട് അത്തരത്തിൽ അപ്രോച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവൃത്തിക്ക് നമ്മളോട് വരികയോ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളും കുറച്ച് ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്നും പാലിക്കേണ്ടതായുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്പേസ് എവിടെയാണ്, നമ്മൾ എന്തിനാണ് ഇവരെ വിളിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് അവരുമായി ഒരു ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ആവശ്യം എന്താണെന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു ധാർമ്മികത, ഒരു എവിടെ വരെ പോകാം എന്നതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് നമുക്കും ഉണ്ടാവേണ്ടതാണ്. ഇവിടെ അതിനും അപ്പുറത്തേക്ക് ഒരുപക്ഷെ പ്രണയം തോന്നിയിട്ടുണ്ടാകും, പ്രണയം കൊണ്ടും ആ പ്രണയം കൊണ്ട് പോയവരുണ്ടാകും, കാമം കൊണ്ട് പോയവരുണ്ടാകും, ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാകും. പ്രണയം കൊണ്ടുണ്ടാകുന്ന ബന്ധങ്ങളെ ഒരുപക്ഷെ വിവാഹ വാഗ്ദാനം ചെയ്തു, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം ചെയ്ത ശേഷം അത്തരത്തിലുള്ള ഒരു കുട്ടിയൊക്കെ ഉണ്ടായപ്പോ ആ കുട്ടി ഉണ്ടായതിനെ അതിനെ അബോർഷൻ ചെയ്യാനുള്ള ശ്രമം നടത്തുക, അവരെ മോശമായി അധിക്ഷേപിച്ച് സംസാരിക്കുക. അപ്പൊ എല്ലാരും പറയുന്ന രാഹുൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. നീ അവിടെ ഇരുന്നോ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുമെന്നല്ല, ഏറ്റെടുക്കില്ല എന്നാണ് അർത്ഥം. അത് രാഹുൽ ഏറ്റതല്ല. ഇന്നലെ രാഹുൽ ഈശ്വർ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ട്, അയാൾ തന്തയ്ക്ക് പറഞ്ഞവനാണ്, അതുകൊണ്ട് അയാൾ ഏറ്റെടുക്കും എന്നാണ്. അത് കളിയാക്കിക്കൊണ്ട് പറഞ്ഞ നീ അവിടെ ഇരുന്നോ ഞാൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞത് കളിയാക്കിക്കൊണ്ട് പറഞ്ഞാണ്. അത് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. അതാണ് ആ പെൺകുട്ടി ആ സെൻസിൽ പറഞ്ഞത്, നിന്നോട് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഇപ്പോ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ, രാഹുലിന്റെ വെള്ളപൂശാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം ഉണ്ടായ ബന്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധമൊക്കെ ഉണ്ടാവുക ശരി തന്നെയാണ്. പക്ഷെ അവിടെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിക്കാം എന്ന ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയ ശേഷം 4 മാസത്തിന് ശേഷം അബോർട്ട് ചെയ്യാൻ പറയുമ്പോൾ ആ സ്ത്രീയുടെ ആരോഗ്യം പോലും അവതാളത്തിലാകുന്ന രീതിയിൽ ഗുളിക വാങ്ങിച്ചു കൊടുക്കുക, ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ, കാരണം ഇയാൾക്ക് വേറെ എവിടെയും കൊണ്ടുപോകാൻ കഴിയില്ല, കൺസൾട്ടേഷൻ ഇല്ലാതെ ഇങ്ങനെയൊക്കെ അങ്ങനെ മനുഷ്യത്വ പരമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ നടന്നിട്ടുണ്ടെന്ന് ആ കേൾക്കുന്ന മാത്രയിൽ തന്നെ, ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല വേറൊരു പെൺകുട്ടിയും വന്നിട്ടുണ്ട്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ വരെ ചെന്ന് വീട്ടുകാരുമായി പരിചയപ്പെട്ട ശേഷം ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു പോകും. വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ സാധാരണഗതിയിൽ പെൺകുട്ടികൾ എന്താ വിചാരിക്കുക? തീർച്ചയായും വിവാഹം നടക്കുമെന്ന് തന്നെയാവും. അപ്പോ അങ്ങനെ ചെന്ന ശേഷം അത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തിയ ശേഷം പിന്നീട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ആ ബന്ധം ഉണ്ടാക്കിയ ശേഷം എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആഘാതം പെൺകുട്ടിക്ക് ഉണ്ടായി കാണും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തത വരണം. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാഹുലിന്റെ കാര്യത്തിൽ ഇപ്പോ രാഹുലിന്റെ വിഷയം പറയുകയാണെങ്കിൽ ഇന്നിപ്പോ MLA ആയി തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പോലും ആകുമോ ആകത്തില്ലയോ എന്നുള്ള മറ്റൊരു കാര്യം. ഇനിയിപ്പോ ആയില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാൾക്കാകാം. അതാണല്ലോ കേരളത്തിന്റെ ഒരു നാട്ടുനടപ്പ്. ആരാണ് അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു വിഷയത്തിന്റെ പേരിൽ പൂർണ്ണമായും പോയിട്ടുള്ളത്? ഇല്ലല്ലോ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ജോസ് തെറ്റയിലിന്റെ കാര്യത്തിലാണെങ്കിലും നിരവധി ആരോപണങ്ങൾ, ഇത്തരത്തിൽ പല ആരോപണങ്ങളും പല രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ വന്നു. മുകേഷ് ഇന്നുമുണ്ട്, കടകംപള്ളി സുരേന്ദ്രൻ ഇന്നുമുണ്ട്, MA ബേബിയെ പറ്റി ആരോപണം ഉണ്ടായി. MA ബേബി അടക്കം ഉള്ളവരെ കുറിച്ചൊക്കെ നിരവധി നേതാക്കന്മാരെ കുറിച്ച് സ്വപ്നയും സരിതയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും കേരളത്തിലെ സത്യത്തിലെ രാഹുലിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായത് എനിക്ക് തോന്നുന്നു സരിതയുടെ വിഷയത്തിൽ നിരവധി MLA മാർ, അതായത് വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ഹൈബി ഈഡൻ അടക്കമുള്ള നേതാക്കന്മാർ ആരോപണ വിധേയരായപ്പോഴും ഒരു നടപടിയും പാർട്ടി എടുക്കാതെ വീണ്ടും അവർ ഉന്നത തലങ്ങളിലേക്ക് അവരോധിക്കപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ ആ കോൺഫിഡൻസ് ആകാൻ, തനിക്കൊന്നും സംഭവിക്കില്ല എന്ന കോൺഫിഡൻസ് ആകാൻ വഴിനീളം നടന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്താൻ ഇയാളെ പ്രേരിപ്പിച്ചത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള, കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന അയാളുടെ കോൺഫിഡൻസ് അത് തന്നെയാണ് തെളിയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഒരു സ്ഥാനത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടാർഗറ്റഡ് ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി പാലിക്കേണ്ട ചില ക്രമങ്ങൾ പാലിക്കുക തന്നെ വേണം. അത് പാലിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ഇന്ന് അയാളെ തള്ളിപ്പറഞ്ഞാലും നാളെ കോൺഗ്രസിൽ തന്നെ പ്രവർത്തകനായി അയാൾ വന്നുകൂടായികയില്ല, നാളെ മന്ത്രിയും MP-യും ഒക്കെ അയാൾ വന്നുകൂടായികയില്ല എന്ന കാര്യം തന്നെയാണ്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചില പരാതികളൊക്കെ നമ്മൾ പോലും പറയുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ മാറ്റി നിർത്താം, മാറ്റി നിർത്താതിരിക്കാം, എങ്കിലും ഉയർന്ന സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പാർട്ടിയിലേക്ക് അവരുടെ ശിൽബന്ധികളോ അല്ലെ ഗോഡ് ഫാദർമാരോ ഒക്കെ അവരോധിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ഒരു കൃത്യമായ നിലപാടാണ് എടുത്തത് എന്ന് പറയാൻ കഴിയില്ല. തൽക്കാലം എടുത്ത നിലപാട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. പക്ഷെ അയാൾക്ക് ഇനി MLA ആയി എങ്ങനെ അയാൾ പാലക്കാട് മണ്ഡലത്തിൽ ചെല്ലാൻ കഴിയുമെന്ന് അയാളാണ് ചിന്തിക്കേണ്ടത്. സാധാരണഗതിയിൽ ഇത്തരം ഒരു മനുഷ്യൻ പുറത്തു പോലും ഇറങ്ങില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ വാഹനം, MLA-യുടെ ബോർഡ് വെച്ച വാഹനം വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് വീട്ടിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോട്ടെ, അറ്റ്ലീസ്റ്റ് ബാക്കിയെല്ലാം പോകട്ടെ, അയാളെ വളർത്തിയ ഒരു അമ്മയുണ്ട്, ആ അമ്മയുടെ മുഖത്ത് ഈ മകൻ എങ്ങനെ നോക്കും എന്നാണ് ഞാൻ ഇന്നലെ മുഴുവൻ ആലോചിച്ചത്. കാരണം ഇത്രയും സ്ത്രീകളുടെ വിഷയങ്ങൾ, അമ്മയും സഹോദരിയും ഒക്കെ ഉള്ള ഒരുത്തൻ അത്തരത്തിലുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ട് സ്ത്രീകളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്ത ശേഷം ആ വീട്ടിലിരിക്കുമ്പോൾ ഈ അമ്മയുടെ സഹോദരിയുടെ ഒക്കെ മുഖത്തേക്ക് നോക്കാൻ പോലും അറയ്ക്കുന്ന രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ, ആ നിലയിലേക്ക് സ്വയം കൂപ്പുകുത്തിപ്പോയി, അത് വേറെ ആരും ഉണ്ടാക്കിയതല്ല, സ്വയം ഉണ്ടാക്കിയ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതിൽ നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസ് ഇപ്പോൾ എടുത്ത നടപടികൾ മാതൃകാപരമാണോ എന്ന് ചോദിച്ചാൽ അത്ര മാതൃകാപരമൊന്നുമല്ല. പക്ഷെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഇപ്പോ CPM-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ CPM എപ്പോഴും അത്തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടില്ല. അത്തരത്തിലുള്ള നടപടികൾ എടുക്കാതെ ഇപ്പോൾ ആണെങ്കിലും ആരോപണ വിധേയനും സ്ത്രീവിരുദ്ധ നിലപാട്, എല്ലാ തരത്തിലും പീഡനമാണെന്ന് പറയാൻ കഴിയില്ല, ചില സ്ത്രീവിരുദ്ധ നിലപാടുകൾ, ചില പീഡനങ്ങൾ, ശശിക്കെതിരെ ശശിക്കും BK ശശിക്കും ഒക്കെ എതിരെ ഉയർന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ തീവ്രത അളക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീവ്രത അളക്കുക മാത്രമല്ല, പ്രൊമോഷൻ നൽകുകയും ചെയ്തു. KTDC ചെയർമാന്റെ പദവിയിലേക്ക് PK ശശിയെ എടുക്കുകയും ചെയ്തു. P ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി മാറ്റി. അപ്പോ അങ്ങനെ കൂടുതൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തതുകൊണ്ട് എനിക്കിതിനകത്ത് ഇപ്പൊ ഇവര് മുന്നോട്ട് വെക്കുന്ന ന്യായം, മുകേഷും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരും ഒക്കെ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരൊന്നും രാജിവെച്ചിട്ടില്ല. M. വിൻസെന്റിനെതിരെ ഒരു ആരോപണം ഉയർന്നു. അതുപോലെ തന്നെ എൽദോസ് പുതുപ്പള്ളിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു. അപ്പൊ ഈ ആരോപണങ്ങളൊന്നും ഇവർ രാജിവെക്കാത്തത് കൊണ്ട് രാഹുൽ രാജിവെക്കേണ്ട എന്ന ന്യായമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഈ ആരോപണങ്ങൾക്കൊക്കെ ഇപ്പോ എൽദോസ് പുതുപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിൽ കോടതി കണ്ടെത്തി മാത്രമല്ല, ആ വിഷയത്തിലുള്ള ഒരു കാര്യം, ആ വിഷയവുമായി ബന്ധപ്പെട്ട അവർക്കെതിരെ വാർത്ത ഞാനും കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 കല്യാണ തട്ടിപ്പ് കേസിൽ
പ്രതിയായിട്ടുള്ള അവർ തന്നെ കല്യാണ തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എൽദോസ് പുതുപ്പള്ളിയുടെ കാര്യത്തിൽ വിഷയവുമായി വന്നിട്ടുള്ളത്. അത് മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നു നമുക്കറിയാം. പക്ഷേ മനഃപൂർവ്വം കൊടുക്കുമ്പോഴും കുടുങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഒരു MLA ചെയ്യുന്നത്. MLA ധാർമ്മികത അവിടെയാണ്. കൊടുക്കാൻ പല ശ്രമങ്ങളും നമ്മളെയൊക്കെ നമുക്ക് ഈ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന കൃത്യമായ നിലപാടെടുക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കുടുക്കാൻ ഒരു ലോബി ഉണ്ടാവും. അത്തരമൊരു ഞാൻ സ്വന്തം അവനവൻ ആരാണ് എന്നത് മറന്നു വെക്കൊണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായതേ വലിയ ജനാധിപത്യമുള്ള ഒരാളാണ്, വളരെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ്. കാരണം ആരെയും വെറുതെ വിട്ടിട്ടില്ല. സ്ത്രീകളെയും പുരുഷന്മാരെയും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെയും അടക്കം എല്ലാവരെയും രാഹുൽ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആരെയും വെറുതെ വിടാതെ പ്രായത്തിൽ മുതിർന്നവരെയും പ്രായത്തിൽ കുറഞ്ഞവരെയും MP-യുടെ മകളെയും സ്വന്തം കുടുംബത്തിലുള്ളവരെയും വലിയ ജനാധിപത്യ ബോധത്തോടെ പെരുമാറിയിട്ടുള്ള, വളരെ ജനാധിപത്യ ബോധത്തോടെ സ്ത്രീകൾക്ക് വേണ്ടതൊക്കെ നൽകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ അത് ചില സ്ഥലങ്ങളിൽ നൽകിയ സ്ഥാനം മാറിപ്പോയി എന്ന് തോന്നുന്നു. വേണ്ടാത്തരത്തിൽ ചില വിളംബരങ്ങൾ നടത്തിയതാണ് പ്രശ്നമായി പോയത് എന്ന് തോന്നുന്നു. ഏതായാലും വലിയ ജനാധിപത്യവാദിയായ രാഹുൽ വീണ്ടും ജനാധിപത്യത്തെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരത്തിലുള്ള ആൾക്കാർ പിന്നെയും മടങ്ങി വരുമെന്നുള്ളതാണ് നമ്മുടെ കാഴ്ചയിൽ നിന്ന് മനസ്സിലായി. എല്ലാ രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. സ്ത്രീ വിരുദ്ധ എല്ലാവരുടെയും വീട്ടിൽ ഒരു അമ്മയും ഒരു പെങ്ങളും ഒരു സഹോദരിയും ഒരു അമ്മൂമ്മയും ആരെങ്കിലും ഒക്കെ സ്ത്രീകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ കേരളത്തിലെ കുടുംബങ്ങൾ ഒരു തീരുമാനമെടുക്കണം. സ്ത്രീ വിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന തീരുമാനം എടുത്താൽ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ കേരളത്തിലെ സ്ത്രീകൾക്ക് രക്ഷയുള്ളൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരും എന്ന് പറയുന്നതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന്, ഇങ്ങനെ പല ആരോപണ വിധേയരായിട്ടുള്ള പല നേതാക്കന്മാരും, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കന്മാർ, PJ കുര്യൻ ഇന്നും ആ പാർട്ടിയിലുണ്ട്, ഹൈബി ഈഡൻ അടക്കമുള്ള പല ആരോപണ വിധേയരായ നേതാക്കന്മാർക്കും ഒരു കുഴപ്പവും കൂടാതെ സംരക്ഷിച്ചിട്ടുണ്ട് പാർട്ടി. നമുക്കറിയാം കോൺഗ്രസ് പോകുന്ന കേരള കോൺഗ്രസ് ആയത് തന്നെ ഇത്തരം ഒരു സ്ത്രീ വിഷയത്തിന്റെ പേരിലാണ്. പീച്ചിയിലേക്ക് പോയ ഒരു വാഹനത്തിലുണ്ടായിരുന്ന PT ചക്കോയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ സംബന്ധിച്ചുള്ള തർക്കത്തിന്റെ ബാക്കി പത്രമായാണ് അതിന്റെ ബാക്കി പത്രമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉദയം ചെയ്തത് തന്നെ, കേരള കോൺഗ്രസ് പിളർന്ന് കേരള കോൺഗ്രസ് ആകുന്നത് തന്നെ. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഇനി രാഹുൽ ഇത്തരത്തിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ പോലും അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് മുൻകൂറായി എന്തെങ്കിലും ചെയ്താൽ പോലും നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇവർക്ക് അത്തരത്തിലുള്ള പാരമ്പര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാവുകയാണ്.